everyone, welcome to another episode. അപ്പോൾ നമ്മുടെ ഫെയിൽ ടു ഫ്യൂച്ചർ ഡോക്ടർ സീരീസിലത്തെ സെക്കൻഡ് എപ്പിസോഡാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ ഇന്ന് എൻ്റെ ഫെയിലിയർ സ്റ്റോറിക്ക് ശേഷം സക്സസ് സ്റ്റോറി അല്ല, മറിച്ച് ആസ് നീറ്റ് ഇസ് അബൌട്ട് ടു കം ഒരു ഫ്യൂ ഡേയ്സ് ലെഫ്റ്റ് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം നീറ്റ് ഡേ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം അന്നുണ്ടാകുന്ന ഒരു ടെൻഷൻ്റെ ഒരു പീക്ക്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. ഈ ഒരു കാര്യം ഞാൻ സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാവർക്കും ഉള്ളതാണെന്ന്, എവറി നീറ്റ് ആസ്പിറൻസിന് ഉള്ളതാണെന്നല്ലേ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നീറ്റിൻ്റെ തലേ ദിവസവും അല്ലെങ്കിൽ നീറ്റിൻ്റെ അന്ന് ഈ ഒരു നീറ്റ് ആവാനാവുന്ന ഒരു എക്സാമിൻ്റെ ഒരു ചുറ്റുപാടുള്ള ഒരു ടൈം നമ്മൾ എന്ത് ചെയ്യണം, ഹൗ ടു മേക്ക് സെൽഫ് കോൺഫിഡൻസ്, എങ്ങനെ ഒരു സ്യൂഡോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അന്ന് ചെയ്യേണ്ടത്, വാട്ട് വി ഷുഡ് ടേക്ക് ടു ദ എക്സാം ഹാൾ, എന്താണ് ഡ്രസ് കോഡ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, നീറ്റ് എക്സാം വന്നു, യു ഷുഡ് ബി ഹാപ്പി ദാറ്റ് നിങ്ങൾ ആ ഒരു കഷ്ടപ്പാടിൻ്റെ ആ ഒരു സ്ട്രഗിളിൻ്റെ ആ ഒരു സാക്രിഫൈസിൻ്റെ ഒക്കെ ഒരു എൻഡിലേക്ക് വരികയാണ്. നിങ്ങളുടെ ജേർണി ഇസ് അബൌട്ട് ടു എൻഡ്, ഒരു നീറ്റ് ജേർണി ഇസ് അബൌട്ട് എൻഡ്. പക്ഷേ നിങ്ങൾക്ക് അതിന് വലിയൊരു ജേർണി സ്റ്റാർട്ട് ആവാൻ പോകുന്നതുള്ളൂ. അപ്പം ഒരു സൈഡിൽ യു ഹാവ് ടു ബി ഹാപ്പി, അതേപോലെ തന്നെ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. കിട്ടൂലേ, 26 ലക്ഷം അല്ലെങ്കിൽ 27 ലക്ഷം ആളുകൾ എഴുതുന്നുണ്ട്. ഇപ്രാവശ്യം എത്ര പേര് എഴുതുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇത്ര ആളുകൾ എഴുതുന്നുണ്ട്, എനിക്ക് കിട്ടുമോ, ഞാൻ പഠിച്ചതൊക്കെ വേരിയോ, എക്സാം ഹാളിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനത്തെ ഒക്കെ ടെൻഷൻ ഉണ്ടാവും. ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, എക്സാം ഹാളിൽ നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങളൊരാളെ നീറ്റ് എഴുതുന്നുള്ളൂ. നിങ്ങൾ ഈ 66 ലക്ഷം ആൾക്കാരെ പറ്റി ചിന്തിക്കേണ്ട, വേണ്ട. നിങ്ങളൊരാൾ എഴുതാൻ പോകുന്നത് അപ്പുറത്ത് എത്ര ആൾ എഴുതുന്നുണ്ടെന്നോ അല്ലെങ്കിൽ പഠിച്ചിട്ടാണോ പഠിക്കാത്ത നിങ്ങളൊന്നും ചിന്തിക്കണ്ട. നിങ്ങളെ ഹാർഡ് വർക്കിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഡ്രീമാണ്, നിങ്ങൾ ഒറ്റക്കാണ് ഇത് എഴുതുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങോട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു എക്സാമിൻ്റെ ഇപ്പം May 4 എക്സാം. ഫസ്റ്റ് ഓഫ് ഓൾ ദി വെരി ബെസ്റ്റ്. എന്തായാലും നിങ്ങൾക്ക് ഉള്ളതാണ്, നിങ്ങൾക്ക് കിട്ടും ഗൈസ്. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവേണ്ട ഒരാവശ്യമില്ല. അപ്പം ഈ ഒരു എന്താ പറയുക, May 4 എക്സാം ആകുമ്പോൾ ഒരു May 2 ആകുമ്പോഴത്തേക്കും നമ്മളൊക്കെ കിളി പോയി തുടങ്ങും. എന്താവുന്ന ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ലാത്ത കുറച്ച് ദിവസത്തേക്ക് പിന്നെ വരാൻ പോകുന്ന ടെൻഷനും, കരയണോ ചിരിക്കണോ ഇതൊന്നും മനസ്സിലാവാത്തൊരു വല്ലാത്തൊരവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ, തിന്നാനും കഴിയില്ല, ഉറങ്ങാനും കഴിയില്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ ചിലർക്ക് വരും. ചിലർക്ക് ആൻസൈറ്റി അങ്ങോട്ട് പീക്ക് ചെയ്തിട്ട് ലൂസ് മോഷൻ വരെ വരുന്നൊരവസ്ഥ ഉണ്ട്. എനിക്കിങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായി. ഓക്കെ, അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു May 2 ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളൊരു റിവിഷൻ പ്ലാൻ അതിന് വേണ്ടി സെറ്റ് ചെയ്യണം. ഒരു May 2 ഒക്കെ ആകുമ്പോഴത്തേക്കുള്ളൊരു പ്ലാനിങ്ങിൽ വേണം വെക്കാൻ. കാരണം അതിന് ശേഷമുള്ള 2 days നമുക്ക് പ്രിഡിക്റ്റബിൾ അല്ല. നമ്മൾ ടെൻഷൻ എത്രത്തോളം ഉണ്ടായാലും പഠിക്കാൻ പറ്റുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു May 2 വരെ ഉള്ളത് മേലെ പ്ലാൻ ചെയ്ത് വെക്കുക, റിവിഷൻ പ്ലാൻ. എന്നിട്ട് അന്ന് കഴിയുന്ന അത്ര ഫിനിഷ് ചെയ്യുക. ബാക്കി വന്നോട്ടെ, ബാക്കി ഇനി എന്തെങ്കിലും റിവിഷൻ ഉണ്ടെങ്കിലും ലെറ്റ് ഇറ്റ് ബി ദെയർ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫോക്കസ് കംപ്ലീറ്റ്ലി ആണ് ആ May 2 തീർക്കുക എന്നുള്ളതാണ്. May 3 നിങ്ങൾക്ക് മോസ്റ്റ്ലി എന്തായിരിക്കും, ടെൻഷൻ ആയിരിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയൂല. ഞാൻ ഈ പറയാൻ പോകുന്നത് എൻ്റെ ആ ഒരു ടൈമിൽ എന്താ ചെയ്തതെന്നുള്ളതാണ്. ഞാൻ പഠിപ്പ് സ്റ്റോപ്പ് ചെയ്ത്, അബ്സല്യൂട്ട്ലി ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. അന്നൊരു എക്സാം ഉണ്ടായി, ആ എക്സാം ആണെങ്കിൽ നിങ്ങൾ എഴുതിക്കോ, പക്ഷെ ആ ഒരു എക്സാം നിങ്ങളെ കോൺഫിഡൻസിനെ ബാധിക്കില്ല. ആ എക്സാമിൽ വരുന്ന ഒരു ഡൗൺഫോൾ ആണെങ്കിൽ അത് നിങ്ങളെ കോൺഫിഡൻസിനെ ബാധിക്കില്ല. ഭയങ്കര ഒരു പീക്ക് ഉണ്ടായത് നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസും തരൂല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് തന്നെ വേണം. എന്നിട്ട് നിങ്ങൾ എന്ത് എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിപ്പ് നിർത്തുക. ഞാൻ എന്താ ചെയ്തത്, പഠിപ്പ് ഞാൻ നിർത്തി. ദാറ്റ് ഡസൻ മീൻ ഞാൻ കളിച്ചിരിക്കുന്ന അങ്ങനെയല്ല. എൻ്റെ കയ്യിൽ കുറേ കുഞ്ഞു നോട്ട്സ് ഉണ്ട്, കുഞ്ഞു മിസ്റ്റേക്സ് നോട്ട് ചെയ്ത ബുക്ക്. പിന്നെ സർ പി ബ്ലോക്ക് ആൻഡ് DNF ബ്ലോക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല, നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടായില്ല, ഭയങ്കര ക്ലിയർ കട്ടായിട്ട് പഠിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതിന് ലാസ്റ്റ് സാറ് തന്നൊരു റിവിഷൻ നോട്ട് ഉണ്ടായിരുന്നു. ഞാൻ ന്യൂസ് പ്രിന്റിലാണ് അതൊക്കെ എഴുതി വെച്ചത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഞാൻ ഫുൾ ഡേ നടന്നത്. ആ ഒരു ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ടോ, എൻ്റെ തലയിൽ കയറുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ ഒരു ഫുൾ ഡേ ഇതിങ്ങനെ പിടിച്ചിട്ടാണ് നടക്കുന്നത്. ബയോളജി അതേമാതിരി കുറച്ച് ബയോളജി ടെക്സ്റ്റ് പിടിച്ച് നടക്കുക. അല്ലാതെ ഞാൻ അന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിന്നിട്ടില്ല, പഠിക്കാത്ത ചാപ്റ്റേഴ്സ് പഠിക്കാൻ പോയിട്ടില്ല, പഠിക്കാത്ത ഇക്വേഷൻസ് പഠിക്കാൻ പോയിട്ടില്ല, ഇനി കാണാത്ത ലെക്ചേഴ്സ് പോയി കാണാൻ നിന്നിട്ടില്ല. ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന റിവിഷൻ നോട്ട്സും ഷോർട്ട് നോട്ട്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഒന്നിങ്ങനെ പിടിച്ച് നടന്നു. അതാണ് സത്യം, പിടിച്ചിങ്ങനെ നടന്ന്. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മുടെ തലയിൽ കയറിയിട്ടുണ്ടാവും, ചിലത് കയറിയിട്ടുണ്ടാവില്ല, ചിലത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിടിച്ചിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ചിലപ്പോൾ വേറെ എന്തൊക്കെയോ കാര്യമായിരിക്കും. കാരണം നമുക്ക് ടെൻഷനാണ്. അതിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അന്ന് ഇങ്ങനെ ചെയ്യാം, പഠിപ്പ് അങ്ങോട്ട് നിർത്തുക.
അത് നിങ്ങളുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ഉണ്ടാവില്ലേ അതെടുത്ത് പിടിച്ച് നടക്കുക. പിന്നെ അന്ന് നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കുക, നല്ല സ്ലീപ്പും വേണം. കാരണം നിങ്ങളുടെ ബ്രെയിൻ അത്യാവശ്യമാണ് റെസ്റ്റ്. ആ ഒരു ടെൻഷനും കൂടി ആകുമ്പോൾ നിങ്ങൾ ഉറങ്ങാതെ കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ബുമറാങ് ആയിട്ട് ഒരു പണി കിട്ടാൻ പോകുന്നത് എപ്പോഴേക്കും. ഇപ്പോൾ എക്സാം ഹോൾഡ് ആകുന്നേക്കും അതിനൊരു വഴി ഒരുക്കേണ്ട ആവശ്യമില്ല. നല്ലോണം ഉറങ്ങും. നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ പോയി കിടക്കുക, കണ്ണുമുട്ടി കിടക്കുക, ഉറങ്ങുകയാണെങ്കിൽ അങ്ങോട്ട് ഉറങ്ങിപ്പോയിക്കോളും. എന്നിട്ട് നെക്സ്റ്റ് ഡേ, അതായത് നമ്മൾ നീറ്റ് ഹാളിൻ്റെ ദിവസമാണ് നീറ്റ് എക്സാം ദിവസം, അതിൻ്റെ തലേ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. പിന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറുമാരെന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് അറിയാം നമുക്കൊരു സമാധാനം കിട്ടുന്നത് എന്ത് ചെയ്താലാണ് എന്നുള്ളത്. ചോക്ലേറ്റ് വാങ്ങി കഴിക്കേണ്ടി വരും, അതൊക്കെ കഴിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണെന്ന് അറിയുന്ന ആൾക്കാർ അതൊക്കെ ചെയ്യുക. നിങ്ങളെ മൈൻഡിനെ കൂളാക്കുക. എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരാണ്, ടെൻഷൻ ഉണ്ടാവും, നിങ്ങൾ 3-4 വർഷത്തെ കഷ്ടപ്പാടൊക്കെ ചിലപ്പം അതൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് കിട്ടേണ്ട സംഗതി ആണെങ്കിൽ അതെന്നാലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ വർക്ക് അപ് ടു ദ മാർക്കായിരുന്നോ എന്നാൽ നിങ്ങൾക്ക് ഇത് കിട്ടും, 100% കിട്ടും. അപ്പം അതാണ് തലേന്നത്തെ കാര്യങ്ങൾ. എങ്ങനെയോ കഷ്ടപ്പെട്ട് ഉറങ്ങി രാവിലെ എണീച്ച് കറക്റ്റ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പിന്നെ പൊരിഞ്ഞ ചൂടാണ് ഗൈസ്. ചൂട് മീൻസ് ഹൈ ക്ലാസ് ചൂടാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ. പക്ഷേ എക്സാമുകൾ കയറുന്നതിന് കുറച്ച് നേരം മുന്നേ വരെ ഹൈഡ്രേറ്റ് ചെയ്താൽ മതി. കാരണം എക്സാമുകൾ കയറി മൂത്രമൊഴിക്കാൻ മുട്ടൽ ഇങ്ങനത്തതൊക്കെ നമുക്ക് തോന്നുമെന്നുള്ള പേടി വരും. അതുകൊണ്ട് മൂത്രമൊഴിക്കാനൊന്നും മുട്ടൂല, അത് വേറെ കാര്യം. ആ ഒരു പേടി വരാതിരിക്കാനാണ് അത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. അന്നും ഞാൻ എന്ത് ചെയ്തു, രാവിലെ കുറച്ച് എൻ്റെ കയ്യിലുണ്ടായ ബ്ലോഗും അങ്ങനെ ഞാൻ പഠിക്കാത്തല്ല ക്ലിയർ ആയിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത കുറച്ച് ചാപ്റ്റേഴ്സ് കൈപ്പിടിച്ച് നടന്നതാണ് ചെയ്തത്. എന്നിട്ട് എക്സാം ഹോളിൽ ടൈം ആവുന്ന, അതായത് നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാവും. എനിക്ക് കിട്ടിയത് JDT-യിലായിരുന്നു എൻ്റെ സെൻറ്റർ. അതുകൊണ്ട് എനിക്ക് കുറച്ച്, ഞാൻ എൻ്റെ സ്കൂൾ തന്നെയാണ് അത്, ഞാൻ അവിടുത്തെ CBSE സ്കൂൾ, ഞാൻ സ്റ്റേറ്റിലേനും. അപ്പോൾ ആ സ്കൂളിലത്തേക്ക് പോകാനുള്ളതും എനിക്കറിയാം, ഒരു ഫെമിലിയർ പ്ലേസ് ആണ് അത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് പോകാനുള്ള കറക്റ്റ് ടൈമിൽ ഞാനും എൻ്റെ ഉമ്മയും കൂടിയാണ് പോയിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തു. ടെൻഷൻ തന്നെയാണ്, കാരണം കുറേ കുട്ടികളുണ്ട്. ചില കുട്ടികൾ തന്നെ മരിച്ച് പഠിക്കുന്നുണ്ടാവും. എക്സാമിൻ്റെ മുന്നിൽ നിന്നിട്ട് അയ്യോ ഇതെന്താ മറ്റേതെന്താ അത് പഠിച്ചില്ല ഇതോടെ എങ്ങനെ പഠിക്കുന്നുണ്ടാവും. ചിലർ ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. രണ്ടാളും ടെൻഷനാണ്. കാരണം നമുക്കറിയില്ല ആ കുട്ടികൾ +2 ആണല്ലേ എന്നുള്ളത്. ചിലർ +2കാരായിരിക്കും ഇങ്ങനെ കൂളായിരിക്കുന്നുണ്ടാവും, ചിലർ +2കാരായിരിക്കും നല്ലോണം പഠിക്കുക. നമുക്ക് അറിയില്ല അതൊന്നും റിപ്പീറ്റ് ചെയ്തവരാണോ റിപ്പീറ്റ് ചെയ്തവരാണോ. നമ്മളെ കണ്ണിൽ എന്താ പറയാൻ പോകുന്നത്, നമ്മൾ വിചാരിക്കുക എന്താ അയാൾ അങ്ങനെ പഠിക്കണ്ടേ, അതാ ഞാൻ അങ്ങനെ പഠിക്കുന്നില്ലല്ലോ, എനിക്ക് എന്താ പഠിക്കുക, ഞാൻ എക്സാം ഹോളിൻ്റെ മുന്നിൽ ഇരുന്ന് പഠിക്കുന്നത്, അങ്ങനെ ചിന്തിക്കും. ചിലർ ഭയങ്കര കൂളായിട്ടിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കും ഭയങ്കര കൂളാണല്ലോ, എനിക്ക് മാത്രം തട്ട് ഇത്ര ടെൻഷൻ. അപ്പോൾ എങ്ങനെ ആൾക്കാർ എന്തിരുന്നാലും നമുക്ക് ടെൻഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആരും നോക്കാൻ നിൽക്കണം, കണ്ണു പൂട്ടി നിന്നോളാം. എക്സാമുകളുടെ മുന്നിൽ വിളിക്കുമ്പോൾ സമയമാകുമ്പോൾ എന്ത് ചെയ്യുക, ഉമ്മ ആണെങ്കിൽ ഉമ്മ, ഉപ്പ ആണെങ്കിൽ ഉപ്പ, ഇവരോടൊക്കെ സലാം പറയുക, ഇവരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറയുക. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് കാണേണ്ടവരൊക്കെ വല്യമ്മനെയൊക്കെ പോയി ഒന്ന് കാണുക, എല്ലാവരോടും ഒന്ന് പറയുക, എന്നിട്ടൊന്ന് എക്സാം ഹോളിൽ പോവുക, എന്നിട്ട് എല്ലാവരോടൊക്കെ ഒന്ന് പറഞ്ഞിടുക, എന്നിട്ട് പോവുക, എക്സാം ഹോളിൽ പോവുക, നല്ല സമാധാനത്തിൽ പോവുക ഗൈസ്. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് കിട്ടൂല എന്നുള്ളത് കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കുക, നിങ്ങൾക്ക് കിട്ടും, എന്ത് സംഭവിച്ചാലും എനിക്ക് കിട്ടും എന്നുള്ളത്. കാരണം നമ്മളൊരു സ്യൂഡോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിൻ അത് നോട്ട് ചെയ്യും. ഓക്കെ, ഈ കുട്ടിക്ക് എന്തോ അത്യാവശ്യമായി കിട്ടാനല്ല, അല്ലെങ്കിൽ ഈ കുട്ടി സക്സസ്ഫുൾ ആകാൻ പോകുന്നത് എന്തിനോ ആണ് പോകുന്നത് എന്നുള്ളത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, നമ്മളെ തന്നെ പഠിപ്പിച്ചു തരും. അത് നമുക്ക് അറിയാം, നമുക്ക് കിട്ടൂല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, കിട്ടും. അത് ഇപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല, ഫ്രം ദ വെരി ബിഗിനിങ് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് അത് ചെയ്യുക. അപ്പം നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യും, അതിങ്ങനെ ഇതാക്കും, സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും, ഈ കുട്ടിക്ക് കിട്ടും എന്നുള്ളത്. അതൊരു സൈക്കോളജിക്കൽ ഒരു സംഭവമാണ്. അത് എനിക്ക് വർക്ക് ആയി കിട്ടും, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കിട്ടില്ല നോക്കണം, കിട്ടും അങ്ങോട്ട് ഉറപ്പിക്കുക, എന്നിട്ട് പോവുക, എക്സാം ഹോളിൽ പോവുക. എക്സാം ഹോളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹോൾ ടിക്കറ്റ്. ഈ ഹോൾ ടിക്കറ്റ് മറക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കാത്ത കാര്യമായിരിക്കും. നമ്മളെ ആൻസൈറ്റി അല്ലെങ്കിൽ നമ്മളെ ടെൻഷൻ കാരണം നമ്മൾ മറന്നു പോകുന്ന സംഗതിയായിരിക്കും ഈ ഹോൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അറിയാം ഹോൾ ടിക്കറ്റ് എടുക്കണമെന്നല്ല, സ്റ്റിൽ മറന്നു പോകുന്ന അവസ്ഥകൾ വരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എക്സാം ഹോളിൽ നിങ്ങളെ കൂടെ ആരാ വരുന്നത്, അതാരാന്ന് വെച്ചാൽ അയാളെ കയ്യിൽ ഈ ഹോൾ ടിക്കറ്റ് ഏൽപ്പിച്ചിട്ട് പറയാം, ഈ സാധനം എനിക്ക് പോകുമ്പോൾ എടുക്കാനുള്ളതാണ്, ഇത് ഞാൻ മറന്നാലും നിങ്ങൾ മറക്കരുത്, ഞാൻ അങ്ങനെ ഏൽപ്പിച്ചിരുന്നു, അതുകൊണ്ട് നിങ്ങളത് ചെയ്യുക. നിങ്ങളുടെ കൂടെ ഉമ്മാണ് വരുന്നത്, ഉമ്മനെ ഏൽപ്പിക്കുക, ഉപ്പാണ് വരുന്നത്, ഉപ്പനെ ഏൽപ്പിക്കുക, ഇനി വേറെ ആരാണ് ഓരെ ഏൽപ്പിക്കുക. കാരണം ആ ഒരു ലാസ്റ്റ് മിനിറ്റ് എന്ന് പറയുന്നത് നമ്മളെ കംപ്ലീറ്റ് പേടിക്കാനുള്ള റിസപ്റ്റേഴ്സ് ഇങ്ങനെ എണീച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ വേറെ ഒരാളെ ഏൽപ്പിക്കുക.
ഒരിക്കലും മറന്നു പോകാത്തൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാവണം കേട്ടോ അത്. അങ്ങനെ എന്ത് ചെയ്യുക, അത് ചെയ്യാം. പിന്നെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകാൻ, കാരണം നമുക്ക് 3 മണിക്കൂർ ഇരിക്കാനുള്ളതാണ്. വിശന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വിശപ്പൊന്നും വരാത്ത രീതിയിൽ നല്ലൊരു ഫുഡ് കഴിക്കുക, നമ്മുടെ വയർ അപ്സെറ്റ് ആവാത്ത രീതിയിലുള്ള. രണ്ടാമത്തെ കാര്യം, ഈ ഹോൾ ടിക്കറ്റ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ കേട്ടോ, അതായത് എൻ്റെ കോളേജിലത്തെ ഒരു ഫ്രണ്ടാണ്. ഈ കുട്ടി ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറന്നിട്ട് ആ കുട്ടി പിന്നെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നു. പിന്നെ വീട്ടിലുള്ള ആൾക്കാർ ലൈക്ക് കീ നോക്കുമ്പോൾ കീ ഇല്ല. പിന്നെ വീടിൻ്റെ ഓട് പൊളിച്ചിട്ട് അകത്ത് കയറി, അങ്ങനെ ഭയങ്കര ഇടങ്ങാറായിട്ടാണ് ഹോൾ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതിനൊന്നും വഴി വെക്കാതെ ആ ഒരു സിനറിയൊക്കെ കാണുമ്പോൾ തന്നെ പഠിച്ചത് മൊത്തമായിട്ട് പോവും, എവിടേക്കെങ്കിലൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഹോൾ ടിക്കറ്റ് ഉള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ മറക്കാതെ എടുക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ഡ്രസ് കോഡ്. ഈ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഡ്രസ് കോഡിനെ പറ്റിയിട്ടുണ്ട്. അതായത് മുസ്ലിം ഗേൾസ്, ഞാൻ മുസ്ലിം ഗേൾസ് പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സാധാ ഒരു ടോപ്പും സാധാ ഒരു പാൻറ്റും ഇട്ട് പോവുക. ഭയങ്കര സാധാ ടോപ്പും സാധാ പാൻറ്റും. ഞാൻ ഇട്ടതൊരു ബ്ലാക്ക് ടോപ്പും ഒരു ജീൻ, സാധാ ഒരു പാൻറ്റും സാധാ ഒരു പാൻറ്റ്. കാരണം നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു കളത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നരുത്. പിന്നെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ മുടി ഇങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ ഒരു ക്രാബില്ല, അതിങ്ങനെ കുത്തി പോയിട്ട് ഷോൾ ഇട്ടതാണ്. ആ ക്ലിപ്പ് ഒരവിടുന്ന് ഊരിച്ച് ആ ഊരി അവിടെ വെക്കാൻ പറഞ്ഞു. ആ ഊരി വെക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ചൂടുങ്ങട്ട് എടുത്തിട്ട് എക്സാം ഹോളിൽ കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് അത് എൻ്റെ പ്രശ്നം. എനിക്കിങ്ങനെ ഇന്ന അവസ്ഥ ഞാൻ ഷോൾ കൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ച മുടി, അങ്ങനെയാണ് എക്സാം എഴുതിയത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ ഷൂ ഇടാതെ പോവുക, വാച്ച് ഇടരുത്, കയ്യിൽ ഒരു ഇലക്ട്രോണിക് സാധനവും പാടില്ല. കംപ്ലീറ്റ് ഒരു ടോപ്പ്, നിങ്ങൾക്ക് വേണ്ടി ഇന്നവേഴ്സ്, ടോപ്പ് ഇടുക, പാൻറ് ഇടുക, ബേസിക് ആയിട്ട് ചെപ്പലിടാം. ചുറ്റി കെട്ടുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു നീറ്റ് എക്സാമുകളിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ അതിനനുസരിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ദ മോസ്റ്റ് ബേസിക് കോലത്തിൽ നിങ്ങൾ പോവുക. കയ്യിൽ പിന്നെ ഞാൻ പറയുന്നത് നോ വാച്ചസ്, നോ പെൻ, പെന്ന് പോലും നിങ്ങൾ എടുക്കരുത്. നോ പെൻ, നോ പേപ്പർ, ഒരു സാധനം പാടില്ല. നിങ്ങൾ ഹോൾ ടിക്കറ്റ്സ് മാത്രം, നിങ്ങൾ അഡ്മിറ്റ് കാർഡ് മാത്രം, ഇത് മാത്രം എടുത്ത് മോസ്റ്റ് ബേസിക് കോലത്തിൽ നിങ്ങൾ എന്താ എക്സാമുകളിലേക്ക് കയറുക. എക്സാമുകളിൽ കയറി കഴിയുമ്പോൾ കുറേ തമ്പ് പ്രിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി അത് ടെൻഷൻ അടിക്കണം, തമ്പ് മാറുമോ മറ്റോടത്ത് മാറുമോ. എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായി. അതായത് അവിടെ അറ്റൻഡൻസിൻ്റെ ഒരു തമ്പിൽ ഞാൻ ഇടേണ്ടി എടുത്ത് വേറൊരു കുട്ടിയിട്ട്. അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായി. ആ ടെൻഷൻ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ആ ഇൻവിജിലേറ്റർ വിളിച്ച് ചോദിച്ചു, ഇത് പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ഒരു പറഞ്ഞു ഒരു പ്രശ്നമല്ലേ, അതൊരു ശരിയാക്കിക്കോളാന്ന്. അപ്പോൾ ഞാൻ കൂടായി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് നിങ്ങളത് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് ടെൻഷനാണ് എന്തൊരു കാര്യം വന്നതെന്ന് തോന്നുമ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്യുക. എക്സാമുകളിൽ കയറിയിട്ട് കൂളായിട്ടിരിക്കുക. ഒരു ഇക്വേഷൻസും ഒരു ചാപ്റ്ററും ഒരു സബ്ജക്റ്റും അപ്പം ആലോചിക്കാൻ പോകണ്ട. ദിസ് ഈസ് യുവർ കൂൾ ഓഫ് ടൈം. കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളത് കൂളാവാനുള്ള സമയമാണ്. ഒന്ന് സമാധാനത്തിലിരിക്കുക, പ്രാർത്ഥിച്ചങ്ങോട്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഓതാനുള്ള കുറേ സൂറത്തൊക്കെ ഓതി പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ടിരിക്കുക. നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ഗൈസ്. എന്തായാലും എക്സാം പേപ്പറൊക്കെ സെറ്റായിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇനിയിപ്പോൾ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കൊന്ന് കൂളായിട്ടിരിക്കുക. കാരണം ടെൻഷനായാൽ പിന്നെ എക്സാം പേപ്പർ ഇങ്ങോട്ട് കിട്ടുമ്പോൾ ബ്ലാങ്ക് ആയി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര കൂളായിട്ടിരിക്കുക. എക്സാം പേപ്പർ വരുമ്പം അത് പൊട്ടിച്ച് നല്ല ബിസ്മിയൊക്കെ ചൊല്ലി പേപ്പർ തുറന്ന് എന്ത് ചെയ്യുക, മെല്ലെ മെല്ലെ ക്വസ്റ്റ്യൻസ് വായിച്ച് തുടങ്ങുക. ക്വസ്റ്റ്യൻസ് ഞാൻ നല്ല ടെൻഷനായിട്ട് എന്താ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു കളി. എന്നിട്ട് ആ ഇൻവിജിലേറ്റർ വന്നിട്ട് എൻ്റെ അടുത്ത് ടെൻഷനൊന്നും ആവേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ബയോളജി കഴിഞ്ഞ ടൈമായി എന്നോട് വന്ന് ചോദിച്ചു എക്സാം എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു ബയോ ഞാൻ എഴുതി പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരു ബയോ എല്ലാവർക്കും ഈസിയാവുന്ന സാധനമാണ്, ഫിസിക്സും കെമിസ്ട്രി ഇതേപോലെ തന്നെ നല്ലോണം എഴുതുമെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച ആ ടീച്ചർ. അതൊക്കെ നമ്മളൊരു ഭാഗ്യമാണ്. ചിലപ്പോൾ അതിൽ നേരെ തിരിച്ച് ഏതെങ്കിലും ഒരു സാധനം വന്നാൽ നമുക്ക് ടെൻഷൻ. അപ്പം നിങ്ങൾ ഇൻവിജിലേറ്റർ ഉണ്ടോ ഇല്ല അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നല്ലതാണോ ചീത്തതാണോ, ചിലർ ഭയങ്കര സ്നേഹിച്ചിട്ട് നമ്മളെ സമയം കളയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എക്സാം കണ്ടിന്യൂ ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ എഴുതുന്ന ഒരാൾക്ക് എക്സാമിൽ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് നല്ലോണം മനസ്സിലാവും, നല്ലോണം അറിയുന്നുണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ ഫസ്റ്റ് ബയോ, ഞാൻ എഴുതിയത് ഫസ്റ്റ് ബയോ ആയിരുന്നു, പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. അത് മാത്രമല്ല ഒറ്റ റൗണ്ടിൽ നിർത്തരുത്, വീണ്ടും വീണ്ടും റൗണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് ഫുൾ റൗണ്ട് കവർ ചെയ്യുക, മോസ്റ്റ് ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പം അതിന് ശേഷം നിങ്ങളൊന്നും കൂടി വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. കാരണം ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ആവും, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവും. ഓക്കെ എത്ര എനിക്ക് പറ്റിയല്ലോ എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് പോയി ടൈം നോക്കണം. ടൈം മിക്കവാറും ക്ലോക്ക് ഉണ്ടാവും. ഇനി ക്ലോക്ക് ഇല്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇൻവിജിലേറ്ററോട് പറയുക ക്ലോക്ക് ഇല്ല, ടൈം മനസ്സിലാണ്, അതുകൊണ്ട് അവരോട് പറയാനെങ്കിലും പറയും ടൈം എത്രയായി, അരമണിക്കൂർ കൂടുമ്പോൾ.
സെക്കൻഡ് റൗണ്ട് പോവുക, അപ്പോൾ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ തേർഡ് റൗണ്ട് പോവുക. അങ്ങനെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കിയിട്ട് 170+ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഇത് അറ്റൻഡ് ചെയ്ത് ശീലിച്ചാലേ നിങ്ങൾക്ക് നീറ്റ് എക്സാം ഹോളിൽ അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 170+ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ കുറച്ച് നെഗറ്റീവ് മാർക്സ് വന്നാലും നിങ്ങൾക്ക് എന്തുള്ളൂ കിട്ടുള്ളൂ. മനസ്സിലായോ? നിങ്ങൾക്ക് എക്സാം ഹോളിൽ പുതിയൊരു സ്കില്ലൊന്നും അന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഏതെങ്കിലും സ്കില്ല് ഉണ്ടാവില്ല. അതായത് നിങ്ങൾ എക്സാം എഴുതി ശീലിച്ച, ടൈം മാനേജ് ചെയ്ത് ശീലിച്ച, എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എഴുതി ശീലിച്ച ആൾക്കാർക്ക് നീറ്റ് എക്സാം ഹോളിൽ അന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ അതായത് മീൻസ് നിങ്ങൾ ഈ 4-3 ഡേയ്സിൻ്റെ അകത്ത് വരുന്ന 720 എക്സാം ഒക്കെ 170ൻ്റെ മുകളിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പഠിക്കുക. ഇനി വേറൊരു കാര്യം, ഒരു ബബിള് മാറിപ്പോയി, നിങ്ങളെ കംപ്ലീറ്റ് മൈൻഡ് അവിടെ വിടരുത്. അതൊക്കെ നടക്കാൻ സാധ്യത ഉള്ളതാണ്. ഒന്ന് മാറിപ്പോയി വെച്ചിട്ട് ഓക്കെ, മാറിപ്പോയി, തെറ്റാണെങ്കിൽ തെറ്റ്, അല്ലെങ്കിൽ വട്ടവർ ഇട്ട് ശരിയാണെങ്കിൽ ശരി, എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് മാറിപ്പോയി എന്ന് വിചാരിച്ചോ. മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ പാനിക്കനെ എന്താ ചെയ്യാനുള്ള, എനിക്ക് നീറ്റ് കിട്ടില്ല, ഇങ്ങനെ ടെൻഷൻ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വരാവുന്ന എല്ലാ ക്വസ്റ്റിനും തെറ്റും. ഓൾറെഡി 4 മാർക്ക് പോയി. ആ പോയ 4 മാർക്ക് വേറെ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് എഴുതി 8 മാർക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു മൈൻഡിൽ അങ്ങോട്ട് ബാക്കി എഴുതാൻ തുടങ്ങാം. ഞാൻ പറയട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾക്കിതൊരു വിധിച്ചിക്കണി, ഈ ഒരു വർഷത്തെ നീറ്റ് നിങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെയായാലും നിങ്ങൾക്ക് കിട്ടും. എക്സാമിൽ നിങ്ങൾക്ക് ചിരിച്ചിറങ്ങാൻ പറ്റും. 2 പ്രാവശ്യം കരഞ്ഞിറങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എക്സാമുകളിൽ കയറിയിട്ട് പാനിക് ആവാതെ ഇരിക്കാൻ നോക്കുക എന്നുള്ളത് നിങ്ങളെ മാത്രം കയ്യിൽ നിൽക്കുന്ന കാര്യമാണ്. അല്ലാതെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ല. നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി എന്താ ചെയ്യുക, കുറച്ചേരം കണ്ണ് പൊട്ടിരിക്കാൻ, കണ്ണുങ്ങൾ ടെൻഷൻ ആവണ്ട. എക്സാം കയറി അല്ലെങ്കിൽ തുടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ കിട്ടില്ലേ ടെൻഷൻ, ഒരു 2 മിനിറ്റ് ഒന്നിങ്ങനെ ഇരിക്കുക, സമാധാനത്തിൽ ഇരിക്കുക. പിന്നെ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്ത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിർത്തിയിട്ട് അടുത്തയിലേക്ക് പോകാൻ നോക്കുക. അതനുസരിച്ച് ഫിസിക്സ് കുറച്ച് ചെയ്ത് ബയോ കുറച്ച് ചെയ്ത് അങ്ങനെ കളിക്കരുത്. ഒരു പ്രോപ്പർ ഒരു സ്റ്റെപ്പായിട്ട് ഫിസിക്സ് കിട്ടില്ലേ കിട്ടണ്ട. ഇനി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ 1, 2, 3, 4, 5 ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരം അറിയില്ല. തീരുമാനിച്ചോ നിങ്ങൾക്ക് നീറ്റ് കിട്ടൂല? തീരുമാനിക്കാനായിട്ടില്ല. 5 ക്വസ്റ്റ്യൻ ആയിട്ടേ ഉള്ളൂ. നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ? 175 ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ക്വസ്റ്റ്യൻ കിട്ടണില്ല എന്ന് വിചാരിച്ചിട്ട് ഈ 175 ക്വസ്റ്റ്യനും എഴുതാനുള്ള കോൺഫിഡൻസ് നിങ്ങൾ കളഞ്ഞാൽ 5 ക്വസ്റ്റ്യന് പോകേണ്ട മാർക്കിനേക്കാളും വേറെ എന്ത് പോകും? 175 ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള മാർക്ക് പോകും. 175 × 4 അത്രയും മാർക്ക് നിങ്ങൾക്ക് പോകും. 5 ക്വസ്റ്റ്യൻ കിട്ടില്ല, കിട്ടണ്ട. 1, 2, 3 മറ്റൊരു കഥ നിങ്ങൾക്ക് അറിയില്ലേ? ഒരാൾ 6 കുഴി കുഴിച്ച്, അപ്പോൾ അയാൾ കാണാതെ അയാൾ ഗിവപ്പ് ചെയ്ത് തിരിച്ചു പോയി. പിന്നെ വരുന്ന ആൾ ഒരു കുഴിയും കൂടി കുഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ട്രഷർ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. 5 എണ്ണം ഇല്ലെങ്കിൽ ഇല്ല. 6ാമത്തെ ഒന്നതിൽ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലോ. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. 5 എണ്ണം കിട്ടിയില്ല, ഓക്കെ കിട്ടിയിട്ടില്ല ശരി, നിങ്ങൾ ടെൻഷനാവും. പക്ഷെ നിങ്ങൾ ഓക്കെ എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ 6ാമത്തെ മുതൽ ചിലപ്പോൾ കിട്ടിയിരിക്കും എന്നുള്ളത്. 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കിട്ടണില്ലെങ്കിൽ അത് അവിടെ നിർത്തിയിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. ബയോ ആണെങ്കിൽ നിർത്തിയിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. ചില സമയത്ത് ബയോ ഭയങ്കര ലോങ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ലോങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് ഇത് ടൈം ഇങ്ങനെ പോകുന്നുണ്ടോ നോക്കുക. ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കോൺഫിഡൻസിൽ നിർത്താൻ പറ്റും, എങ്ങനെയൊക്കെ നിങ്ങളെങ്ങനെ തന്നെ പാനിക് ആവാതെ നോക്കാൻ പറ്റും, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. ചിലപ്പോൾ ഇൻവിജിലേറ്റർ ചൊറിയുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഭയങ്കര സ്നേഹിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ മൈൻഡ് ചെയ്യാത്തവരുണ്ടാവും. നിങ്ങൾ അതൊന്നും നോക്കണ്ട. വേറൊരു കാര്യം, നിങ്ങൾ ഇപ്പുറത്തൊരാളുണ്ടാവും, ഇപ്പുറത്തോ ഒരാളുണ്ടാവും. ഇയാൾ എങ്ങനെ പഠിച്ച ആളാണ്? സൂപ്പർ റിപ്പീറ്റ് ആണോ, റിപ്പീറ്റ് ആണോ, +2 ആണോ, പഠിച്ചിട്ടുണ്ടോ, അത് വെറുതെ വന്ന് എഴുതാണോ, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഒരു ചാൻസ് ഉണ്ട്, ഒന്നിങ്ങനെ നോക്കൂ, അയാൾ എഴുതുന്നുണ്ടോന്ന് നോക്കി. അയാൾ പൂര എഴുത്തിൻ്റെ ആൾ, പൂര ബബ്ലിങ് ചെയ്ത് പോവാണെങ്കിൽ നിങ്ങളെ കോൺഫിഡൻസ് പോകും, നിങ്ങൾക്ക് പേടിയോ? അതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ അടുത്തിരിക്കുന്ന ചെക്കൻ, ഒരു കൈ ഒടിഞ്ഞിട്ടൊരു ചെക്കൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫിസിക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതും എല്ലാ ക്വസ്റ്റ്യനും ബബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചോനെ എനിക്ക് ഫിസിക്സ് വായിച്ചിട്ട് കിട്ടണുണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ ഫിസിക്സ് ഈസി ആണെന്നാണ് ഞാൻ ഫിസിക്സ് നോക്കി. അപ്പം കുഴപ്പമില്ല. പക്ഷേ ആ കുട്ടി എഴുതുന്ന ആ സ്പീഡ് എനിക്ക് കണ്ടിരിക്കും ഭയങ്കര ടെൻഷനായി. അതൊക്കെ പിന്നെ ഞാൻ അയച്ച് പോട്ടെ, ഓൻ എന്തെങ്കിലും ചെയ്തോട്ടെ, ഞാൻ എൻ്റെ മൈൻഡ് എങ്ങനെ ശരിയാക്കി എൻ്റെ ബാക്കി പണി നോക്കി. എക്സാം കഴിഞ്ഞപ്പോൾ ഇവ എന്നോട് നിങ്ങളെവിടെ നീറ്റ് പഠിച്ചത്? ഞാൻ പറഞ്ഞേ. അപ്പോൾ റിപ്പീറ്റ് ആണതൊക്കെ ചോദിച്ചേ. അപ്പോൾ ഞാൻ ചോദിച്ചേ ഈ എന്താ ചെയ്യണേ? ഞാൻ +2 വെറുതെ വന്ന് ഇരുന്നാണ്, വെറുതെ ഒരു രസത്തിന്. അപ്പോൾ ഐ വാസ് ലൈക്ക് അത് ശരി,
അപ്പം ഇവൻ്റെ നോക്കി ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ 3 വർഷം എന്താ വേനും. വെറുതെ +2 വന്ന് എഴുതിയ ആൾക്കാർക്ക് വെറുതെ ബബിൾ ചെയ്ത് തെറ്റിയാലും പ്രശ്നമില്ല. അങ്ങനത്തെ ടീമുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് നോക്കണ്ട. നിങ്ങൾക്ക് അറിയില്ല ഒരു ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കാര്യം നോക്കുക. നിങ്ങളൊരാൾ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് എഴുതുന്ന പോലെ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. മനസ്സിലായോ? നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവിടെ ഇൻവിജിലേറ്റർ ഉണ്ടെങ്കിൽ ഓരോട് പറയുക, അതിനപ്പം തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുക, എഴുതുക. ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യത്തെ നീറ്റ് നിങ്ങൾക്കൊക്കെ കിട്ടാനുള്ളതാവട്ടെ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൻ്റെ നെയിം ഞാൻ ഇവിടെ കൊടുക്കുക. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. കാരണം എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ദിസ് ഈസ് ദ ലാസ്റ്റ് ഫേസ് ഓഫ് യുവർ ലൈക്ക് നിങ്ങളെ വൈറ്റ് കോട്ട് ഇസ് വെയിറ്റിംഗ് ഫോർ യു. വൈറ്റ് കോട്ട് ആൻഡ് സ്റ്റെത്ത് ഇസ് വെയിറ്റിംഗ് ഫോർ യു. നിങ്ങളെ എക്സാം ആ ഒരു 3 മണിക്കൂറാണ് അപ്പുറത്തിരിക്കുന്ന നിങ്ങളെയും ഇപ്പുറത്തിരിക്കുന്ന എന്നെയും മാറ്റിയത്. ആ 3 മണിക്കൂർ എന്താ പറയുക, അത് 3 മണിക്കൂർ താണ്ടി വന്ന് അത് വിജയിച്ചതാണ് ഞാൻ ഇപ്പുറത്തിരുന്ന് സംസാരിക്കുന്നത്. ആ 3 മണിക്കൂറിലേക്ക് കയറുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 3 മണിക്കൂറിനെ ട്രസ്റ്റ് ചെയ്യുക. ആ 3 മണിക്കൂർ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യുക, ഉഷാറാക്കുക. ബാക്കി നിങ്ങൾക്ക് ഉള്ളതാണ്, നിങ്ങൾക്ക് കിട്ടും. എല്ലാവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയ ആൾക്കാരോടൊക്കെ എന്താ പറയുക, ഉപ്പനോട് വല്യപ്പനോട് വല്യമ്മമാരോടൊക്കെ പറയുക, ഓരോ ദുആക്കെ വാങ്ങുക, നിസ്കാരം അതൊക്കെ എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അത് ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യുക. ഇനി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിക്കുക. അമ്പലത്തിൽ പോകേണ്ടവരാണ് അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോകുന്നവർ പള്ളിയിലൊക്കെ പോവുക. ഇനി ഇതിലൊന്നും വിശ്വസിക്കാത്തവരാണെങ്കിൽ നിങ്ങളെ ആ ഒരു കോൺഫിഡൻസിൽ നിൽക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്രാവശ്യത്തെ നീറ്റ് അടിപൊളിയാവട്ടെ. എന്തെങ്കിലും എൻക്വയറീസ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരും. സോ ഇത് നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനോ നിങ്ങൾ നീറ്റ് എഴുതുന്ന കസിൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദിസ് ഇസ് ഹൗ യു ഹാവ് ടു ബി ഓൺ ദറ്റ് നീറ്റ് എക്സാം ഹാൾ എന്നുള്ളത്. പിന്നെ എന്ത് കണ്ടിട്ട് ടെൻഷൻ ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാര്യം. ചുറ്റുമുള്ള സാധനങ്ങൾ കണ്ട് ടെൻഷൻ ആവാതിരിക്കുക, അതാണ് നിങ്ങളെ ടാസ്ക്. പിന്നെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഒരു 1 day റിലാക്സ് ചെയ്തിരിക്കാൻ നോക്കുക. അന്ന് പുതിയ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നോ ന്യൂ ചാപ്റ്റേഴ്സ്, നോ ന്യൂ ലെക്ചേഴ്സ്, നോ ന്യൂ ഇക്വേഷൻസ്, നോ ന്യൂ ക്വസ്റ്റ്യൻസ്. ഒന്നും ന്യൂ ചെയ്യാനുള്ള സമയം നിങ്ങൾക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്യുക. പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ പഠിക്കണ്ട, മതി നിർത്തുക എന്നുള്ളതാണ്. കാരണം ഞാനും പഠിക്കാതെ പോയ ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങളെല്ലാവരും നീറ്റ് പ്രാവശ്യം ഉഷാറാവട്ടെ. ഇനി ഞാൻ എൻ്റെ സ്റ്റോറിൻ്റെ ഞാൻ സ്റ്റോറി ഓഫ് ഫെയിലിയർ ആണ് പറഞ്ഞത്. ഹൗ ഐ കെയിം ഫ്രം 70,000 റാങ്ക് ടു ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിൽ ഞാൻ എങ്ങനെ എത്തി എന്നുള്ളതിൻ്റെ സക്സസ്, അല്ലെങ്കിൽ ആ ഒരു ജേണി, ആ ഒരു ഭയങ്കരമായ ജേണി ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. സോ അതുവരേക്കും ബൈ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്.